അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലുള്ള രാഹുൽ ഈശ്വറിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ 11 മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. വൈദ്യപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ട കേസിലാണ് 11 ദിവസമായി ജയിലിൽ കിടക്കുന്നതെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. ദിലീപിന് നീതി ലഭിച്ചതിൽ സന്തോഷമെന്ന് രാഹുൽ പ്രതികരിച്ചു. രാഹുലിന്റെ പ്രതികരണം കേൾക്കാം. കിഡ്നിയിലേക്ക് പ്രശ്നമാവുന്നു ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് 4 ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു. 11 കിലോ കുറഞ്ഞു. 11 കിലോ കുറഞ്ഞു. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. 11 കിലോഗ്രാം കുറഞ്ഞു. അപ്പോൾ ഒരു വല്ലാത്തൊരു വിധിയാണ്. എന്തൊരു വിധി ഇത് എന്ന് നമ്മൾ ചോദിച്ചു പോകും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചു, ദിലീപിനെ അനുകൂലിച്ചു. ആ രണ്ടുപേരും അങ്ങനെ സ്വതന്ത്രരായി ഒരു പ്രതിസന്ധികളും ഇല്ലാതെ പുറത്തു നിൽക്കുമ്പോൾ രാഹുൽ ഈശ്വർ അകത്താണ്. അത് സവിശേഷമായ ഒരു സാഹചര്യം ഒരുക്കി. അപ്പോൾ സ്വയം കുഴി തോണ്ടിയതാണോ രാഹുൽ ഈശ്വരൻ നമ്മൾ ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്ന പുതിയ സാഹചര്യത്തിലും. എന്നോടൊപ്പം അനന്തനുണ്ട്. അനന്തൻ, ഈ എന്തൊരു വിധി ഇത് എന്ന് നമ്മൾ പരിഹാസമല്ല, പക്ഷേ ചോദിച്ചു പോവുകയാണ്. ഇന്നിപ്പോൾ രാഹുൽ ഈശ്വരൻ തന്നെ ബോധ്യമുണ്ട്. രാഹുൽ ഈശ്വരൻ നൽകുന്ന പ്രതികരണമുണ്ടല്ലോ, അതായത് ഒരു ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു. ആ ഒഫൻസ് സ്റ്റേഷൻ ജാമ്യം തന്നെ കിട്ടേണ്ട ഒരു കാര്യമാണ്, കുറ്റമാണ്. അതിന് ഞാൻ 11 ദിവസമായി ഞാൻ ഇപ്പോഴും ജയിലിലാണെന്ന് രാഹുൽ തന്നെ പറയുകയാണ്. അപ്പോൾ ഈ സ്വയം കുഴി തോണ്ടുകയായിരുന്നോ? അത് കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നത്, നമ്മൾ ഈ നിയമവിദഗ്ധരും വഞ്ചൂർ കോടതിയിലെ വക്കീലന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കുറച്ചൊക്കെ രാഹുൽ ഈശ്വർ ഉണ്ടാക്കി വെച്ചതും കൂടെ കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഒരു FIR-ൽ ബെയിലബിൾ ഒഫൻസ് ഉള്ള വകുപ്പുകൾ, ആ വകുപ്പുകൾ ചാർജ് ചെയ്തിട്ടാണ് ജസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയി ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി വിടാം എന്നുള്ള ഉദ്ദേശത്തിൽ കൊണ്ടുപോയി. അത് അവിടുന്നൊക്കെ പോയി കൈവിട്ടുപോയി. അതൊരു 14 ദിവസം റിമാൻഡിലും ആ 14 ദിവസത്തെ റിമാൻഡ് കാലാവധി ഏതാണ്ട് പൂർത്തിയാക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുകയാണ്. കാരണം ആദ്യം കോടതിയിൽ ഒരു പക്ഷേ മജിസ്ട്രേറ്റിയൽ ജാമ്യം കിട്ടുമായിരുന്നു അന്ന്. പക്ഷേ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്, സ്വന്തം അഭിഭാഷകൻ ഇരിക്കുമ്പോൾ തന്നെ മൈലോഡ് ഇങ്ങനെയല്ല കാര്യങ്ങൾ, ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് വാദിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിയമവ്യവസ്ഥയ്ക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് കോടതിക്ക് സംശയം തോന്നാവുന്ന ചില രീതികളാണ്. അപ്പോൾ കോടതി റിമാൻഡ് ചെയ്തു. എന്തായാലും അനന്തരം, ഈ നിയമവിദ്യാർത്ഥികൾക്ക് ഈ കേസ് പഠിക്കാനൊരു അതെ, അതിനകത്ത് ഏറ്റവും രസകരമായ ഒരു സംഭവം ഉണ്ടായത്, ഇതിനുശേഷം ഈ റിമാൻഡിലായല്ലോ രാഹുൽ ഈശ്വർ, റിമാൻഡിലായി. അതിനുശേഷം ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ ബെയിൽ ആപ്ലിക്കേഷൻ കോടതിയിൽ കൊണ്ട് കൊടുക്കുമ്പം ACJM-ലാണ് കൊടുക്കുന്നത്. ACJM-ൽ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ACJM അത് തള്ളി. അപ്പം തള്ളിയ ഉടനെ രാഹുൽ ഈശ്വറിന്റെ ചെയ്തത്, ആ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയ കോടതിയിൽ തന്നെ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ വീണ്ടും കൊടുത്തു. അതുകൂടാതെ മറ്റൊരു അഭിഭാഷകനെ കൊണ്ട് മേൽക്കോടതിയിലും കൊടുത്തു. അത് പ്രോസിക്യൂഷൻ വന്നിട്ട് കോടതിയിൽ പറഞ്ഞു, ഇയാൾ നിയമവ്യവസ്ഥയെ ഒട്ടും അനുസരിക്കത്തില്ല, ഇയാൾ വിചിത്രമായ രീതികളാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കോടതി ACJM പറഞ്ഞ ആദ്യത്തെ മറ്റേ മേൽക്കോടതി കൊടുത്തേക്കുന്ന ബെയിൽ ആപ്ലിക്കേഷൻ അത് പിൻവലിക്കണം, എന്നിട്ട് വരണം. എന്നിട്ടും തള്ളി കോടതി. എന്നിട്ട് ഇപ്പോൾ ഇന്ന് കസ്റ്റഡി പോവാണ്, നാളെ 11 മണി വരെ. അപ്പോൾ നാളെ 11 മണിക്ക് കസ്റ്റഡി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ അടുത്ത ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പറ്റൂ. അപ്പോൾ ഏതായാലും ഇതുവരെ അങ്ങനത്തെ ആ ചാർജിൽ ഒരുപക്ഷെ നിയമം പഠിച്ചത് ഒരുപക്ഷെ അത് അതുപോലെ ഉപകരിച്ചില്ല. രാഹുൽ ഈശ്വർ നിയമം പഠിച്ചു, എനിക്ക് തോന്നുന്നത് സനത് എടുത്തിട്ടുണ്ട്, ഇതുവരെ പിന്നെ എൻറോൾ ചെയ്തിട്ടുണ്ട്, ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട എങ്ങനെയാണ്, അല്ലെങ്കിൽ കോടതിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് പ്രാക്ടിക്കൽ സൈഡ് അറിയത്തിനകത്ത് അതുകൊണ്ട് പറ്റിയതായിരിക്കണം ചിലപ്പോൾ. തീർച്ചയായും എനിക്ക് തോന്നുന്നു കോടതി കൂടി കരുതിക്കൊണ്ടുള്ള, കാരണം അതിനകത്ത് ചില കാര്യങ്ങൾ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളൊരു പ്രതീതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായി. കാരണം അതെന്ന് വെച്ചാൽ ഈ പോലീസ് ഫസ്റ്റ് വീട്ടിൽ വരുമ്പോൾ, അതായത് ഇങ്ങനൊരു കേസുണ്ട്, നിങ്ങൾ സ്റ്റേഷനിൽ വരെ വരണം, സൈബർ സ്റ്റേഷനിൽ വരെ വരണം എന്ന് പറയാൻ വേണ്ടി പോലീസ് വരുമ്പം രാഹുൽ വരാം എന്ന് പറഞ്ഞു. അതിന് വിധേയമായി. ലാപ്ടോപ്പ് എടുക്കാൻ പറഞ്ഞപ്പോൾ അത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ നടപടി മൊത്തം രാഹുൽ ഈശ്വർ അത് ഷൂട്ട് ചെയ്യാണ്. അത് ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് രാഹുൽ ഈശ്വർ അറസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് അത് ഈ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവുന്ന സംവിധാനത്തിൽ ഏർപ്പെടുത്തിയത്. അപ്പോൾ വന്നപ്പം കാണുന്നത് ലാപ്ടോപ്പ് ഇല്ല, ഇവിടെ ഇല്ലെന്ന് ഞാൻ കള്ളം പറഞ്ഞു എന്നൊക്കെ ആ ലൈനിൽ പറയുന്നുണ്ട്. അപ്പം കോടതിക്ക് അന്നേരം ഇതൊക്കെ കോടതിയും കാണുമല്ലോ, അഭിഭാഷകരും കാണും. അപ്പോൾ അന്നേരം മനസ്സിലായി ഇയാൾ പോലീസുകാരോട് കള്ളം പറഞ്ഞു. അപ്പോൾ പോലീസിന് ഇപ്പോൾ ആവശ്യം, ഇന്നിപ്പോൾ കസ്റ്റഡി വാങ്ങിച്ചേക്കുന്നത് ഈ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് രാഹുൽ ഈശ്വർ കൊടുത്തിട്ടില്ല, അത് വേണം. അത് അന്വേഷണമായിട്ട് ഒരു തരത്തിലും സഹകരിച്ചു. എന്തായാലും ഇതൊരു ശക്തമായ ഒരു മെസ്സേജാണ്. രാഹുൽ അങ്ങനെ ഇതിൽ നിന്നുള്ള ബോധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണ്. അതായത് ഈ നമ്മൾ ഈ ചിലരുടെ ധാരണയുണ്ട്, ഈ കോടതി ഇപ്പം നമ്മൾ പുറത്ത് നിന്ന് ഇപ്പം അവരവരുടെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ വാദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ നേടുന്നൊരു അപ്പർ ഹാൻഡ് ഉണ്ട്.
അപ്പോൾ അത് കോടതിയിൽ അതേപോലെ പോയി പറഞ്ഞാൽ എൻ്റെ ഭാഗം വിജയിക്കും എന്നൊക്കെയുള്ള ധാരണ പൊതുവിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ധരിക്കുന്നവർക്കുള്ള തിരിച്ചടി കൂടിയാണ്. കാരണം കോടതിയിൽ അത് എടുക്കുന്നത് അത്തരം വാദങ്ങളൊന്നുമല്ല, തെളിവും പിന്നെ മറ്റ് അനുബന്ധമായ കാര്യങ്ങളും ശാസ്ത്രീയമായ കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതല്ല, ഈ സെന്റിമെന്റലായിട്ടുള്ള വാദങ്ങളല്ല കോടതിയുടെ മുന്നിൽ വരുന്നതെന്ന് അങ്ങനെ ധരിക്കുന്നവർക്കുള്ള തിരിച്ചറിവ് കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണ് രാഹുൽ മാത്രമല്ല ഈശ്വറിന്റെ കേസ്. ഒരു കാര്യം കൂടി, കാരണം ഈ സൈബർ ബുള്ളിങ് ഉണ്ടല്ലോ, അതിൽ അനാവശ്യമായി കമന്റ് ഇടുന്നവർക്കോ ഇരയെ അധിക്ഷേപിക്കുന്ന ആളുകൾ ഒരുപാട് പേർ, കാരണം ഒരുപാട് മാറ്റം വന്നു. കാരണം അതല്ല, ഇപ്പൊ ഈ രാഹുൽ ഈശ്വറിന്റെ കേസ് വരുന്നതിന് മുൻപ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ എന്താണ് സംഭവിച്ചത്? സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ അതിജീവിതയെ പറയാൻ ഇനിയൊന്നുമില്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ പറയാനൊന്നുമില്ല. പക്ഷേ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി ബാക്കി 4 സന്ദീപ് വാര്യർ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തപ്പോഴത്തേക്ക് സംഗതി തീർന്നു. അത്രയും ബഹളമില്ലല്ലോ. എല്ലാവർക്കും കൂടെ ഒരു മെസ്സേജാണ്.